സിജു സ്പീക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മകയിരം, മൃഗശീർഷ നക്ഷത്ര ഇവർക്ക് 2024 ഈ വർഷം ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ എങ്ങനെ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എന്നുള്ളത് അറിയാം. അതിനു മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് എന്നോട് ചോദിച്ചു ഈ മകയിരം നക്ഷത്രം പറയാമോ എന്ന്. അപ്പോൾ അതുപോലെ ഏതെങ്കിലും നക്ഷത്രം നിങ്ങൾക്ക് ഞാൻ പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ഇടുക, ഞാൻ ആ നക്ഷത്രം പറയുന്നതായിരിക്കും. കാരണം ചിലപ്പോൾ സിജു സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു നക്ഷത്രഫലം പറയുന്ന ഒരു ചാനലല്ല. എന്നാൽ നക്ഷത്രഫലവും എനിക്ക് പറയാൻ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് വളരെ ശരിയാവുന്നുണ്ട്, എല്ലാവരും വളരെ ശരിയാണെന്നുള്ള അഭിപ്രായം പറയുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ഈ വിഷയത്തിലേക്ക് കിടക്കാം. മകയിരം നക്ഷത്രം, ഇവരുടെ പക്ഷി എന്ന് പറയുന്നത് പിടക്കോഴിയാണ്. വൃക്ഷം എന്ന് പറയുന്നത് കരിങ്ങാലി വൃക്ഷമാണ്. മൃഗം എന്ന് പറയുന്നത് പാമ്പ് അഥവാ സർപ്പം ആണ്. അപ്പോൾ ആദ്യത്തെ 30 നാഴിക ഇടവക്കൂറിലും ശേഷം അവസാനത്തെ 30 നാഴിക മിഥുനക്കൂറിലുമാണ് ഈ മകയിരം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, ഇപ്പോൾ 12ാം ഭാവത്തിൽ വ്യാഴൻ സഞ്ചരിക്കുന്നതിനാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല കാലമല്ല. മറ്റൊന്ന്, കണ്ടക ശനിയും ഉള്ളതിനാൽ 10ാം ഭാവത്തിൽ ശനിയുടെ സഞ്ചാരവും അതേ ഭാവത്തിൽ തന്നെ സൂര്യന്റെയും സഞ്ചാരം ആയതിനാൽ സൂര്യനും ശനിയും പരസ്പരം ശത്രുവായ ഗ്രഹങ്ങൾ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ ഒരുമിച്ച് കർമ്മസ്ഥാനത്ത് വരുന്നതിനാൽ, അതായത് ഈ 2 ഗ്രഹങ്ങളും ഒരുമിച്ച് കർമ്മസ്ഥാനത്ത് വരുന്നതിനാൽ എത്ര കഠിനമായി നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാലും ഒരു ഗുണവും നമുക്ക് കിട്ടാത്ത കാലത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്ക് തടസ്സം തന്നെയാണ്. അതായത് ഏത് കാര്യം നമ്മൾ ശ്രമിച്ചാലും തടസ്സം, നരകമായിട്ടുള്ള ഒരു ജീവിതമായിട്ട് തോന്നാം. കാരണം ഈ ശനി എന്ന് പറയുന്നത് അറിയാമല്ലോ, ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല, ഈ ശനിയും സൂര്യനും കൂടെ ഒരേ ദിശയിൽ തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ചിലവ്, അനാവശ്യമായിട്ടുള്ള ചിലവ് വന്ന് കയറുക, ആരോഗ്യ പ്രശ്നം വരിക, കടം, നമ്മൾ ചുമ്മാ ഇരുന്നാലും കടം വന്ന് കയറുകയാണ്. ഇത് ചുമ്മാ ഇരിക്കുന്നത് കൊണ്ടല്ല, നമ്മുടെ ശ്രദ്ധ കുറവാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. മകയിര നാളുകാർ ഇത് മുൻകൂട്ടി അറിഞ്ഞ് അതിന് ഇപ്പോഴേ ഇങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം മാനഹാനി, അപകടം എന്നിങ്ങനെ, അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ ആ കുറ്റം വന്ന് തലയിൽ വീഴാൻ ഉള്ള സാധ്യത, അങ്ങനെ ഒക്കെ വരാതെ നിങ്ങൾ നോക്കണം. അപ്പോൾ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വിഷ്ണു ക്ഷേത്ര സന്ദർശനം ഉത്തമമാണ്. നാഗരാജ പൂജ, നാഗരാജ ക്ഷേത്രം. അപ്പോൾ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് മണ്ണാറശാല ക്ഷേത്രം തന്നെയാണ്. കാരണം നിങ്ങളുടെ മൃഗം എന്ന് പറയുന്നത് സർപ്പമാണ്. അപ്പോൾ സർപ്പപ്രീതി വരുത്തുക, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. സർപ്പാകൃതിയിലുള്ള വെള്ളി മോതിരമൊക്കെ അണിയുന്നത് വളരെ ഉത്തമമാണ്. കാരണം നിങ്ങളുടെ മൃഗമാണ്. അപ്പം നമുക്ക് അതിനെയെല്ലാം സ്നേഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ നിങ്ങൾക്ക് സർപ്പപ്രീതി വരുത്താൻ വേണ്ടിയിട്ട് ഈ സർപ്പത്തിൻ്റെ ആകൃതിയിലുള്ള മോതിരങ്ങൾ കിട്ടും. അപ്പോൾ ആ മോതിരങ്ങൾ നിങ്ങൾ അണിയുക. വേറൊരു കാര്യം ശ്രദ്ധിക്കാതെ, ഈ മോതിരം ഇട്ടുകൊണ്ട് മാംസാദികളൊന്നും കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് വീണ്ടും നമുക്ക് ദോഷക്കാലം വീണ്ടും വലിയ ദോഷമായി വരുത്തി വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള മാംസാദികളൊക്കെ കഴിക്കുമ്പോൾ ഈ മോതിരം വാങ്ങിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റി വെച്ചിട്ട് വേണം ഇതൊക്കെ കഴിക്കാൻ.
പിന്നെ മറ്റൊരു കാര്യം, ഒരു ആഴ്ചയിൽ ഒരു ദിവസം, അതിപ്പോൾ വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ മത്സ്യ മാംസാദികൾ ഉപേക്ഷിച്ച് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഒരു വ്രതം എന്നുള്ള രീതിയിൽ പോയിട്ട് ഇങ്ങനെയുള്ള വൈകിട്ടൊക്കെ അല്ലെങ്കിൽ രാവിലെയോ ഒക്കെ ഇങ്ങനെ മണ്ണാറശാല അങ്ങനെയുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് വഴി ഇങ്ങനെയുള്ള നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. പിന്നെ നാഗരാജ മന്ത്രങ്ങളുണ്ട്, അതിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ എൻ്റെ ആയില്യം നാളിൻ്റെ വീഡിയോസ് കണ്ടാൽ അതിലൊരു മന്ത്രം പറയുന്നുണ്ട്. ആ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടിട്ട് ആ മന്ത്രം ചൊല്ലുക. സന്ധ്യാനാമ നേരത്തൊക്കെ, അതായത് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്ന നേരത്ത് പ്രാർത്ഥനയോടൊപ്പം, മാത്രമല്ല ഒരു മണ്ണാറശാല അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മളെ സർപ്പത്തിൻ്റെ ഒരു രൂപം കിട്ടും. അത് വാങ്ങി പൂജാമുറിയിൽ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ചെയ്യും. മാത്രമല്ല ഈ വളരെ ദോഷങ്ങൾ മാറിക്കിട്ടാത്തവരാണെങ്കിൽ ഈ സർപ്പത്തിൻ്റെ ആകൃതിയിലുള്ള മോതിരങ്ങളൊക്കെ കിട്ടും. അത് വെള്ളി മോതിരം, വെള്ളിക്കടയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് നിങ്ങൾ ഇടുക. അതിട്ട് ഏതെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് നാഗരാജ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അതൊന്ന് അവിടെ പൂജിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് പൂജിച്ച് തരും, മഞ്ഞളും ഈ പറഞ്ഞ കണക്ക്. പിന്നെ ഈ മണ്ണാറശാല അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒക്കെ പാലും മഞ്ഞളും ഒക്കെ നിങ്ങൾ കൊടുക്കുക. അതൊക്കെ നല്ല ഇതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ദോഷങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആണെങ്കിലും പറയാലോ, നമ്മുടെ ഈ ഓരോ ഗ്രഹത്തിൻ്റെ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഓരോ സംഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥകൾ അതെല്ലാ രാശിക്കാർക്കും എല്ലാ നാളുകാർക്കും ഉണ്ട്. അപ്പോൾ ഈ വർഷം ഇപ്പം നിങ്ങളുടെ ഇങ്ങനെയൊക്കെയാണ് ഗ്രഹങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത് നേരത്തെ നിങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. ഈ പറഞ്ഞ കണക്കിന് നമുക്ക് നേരത്തെ ഒരു പ്രിക്കോഷൻസ് എടുക്കുക. എനിക്ക് ഇപ്പം സമയം അല്ലെങ്കിൽ ഈ വർഷം ഇത്തിരി മോശമാണ്, ഈ ഫെബ്രുവരി ഇത്തിരി മോശമാണ്, അങ്ങനെ വർഷത്തിൽ മൊത്തത്തിൽ മോശമാണെന്നുള്ളത് നമ്മൾ അറിയുമ്പോൾ അതനുസരിച്ചിട്ട് ഒരു പ്രിക്കോഷൻ എടുത്ത് മുന്നോട്ട് പോവുക. എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം, എൻ്റെ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളിലാണ്, അപ്പോൾ ഇനിയും പ്രശ്നങ്ങളിൽ നിന്ന് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഞാൻ ശ്രമിക്കണമെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. എല്ലാവരും കമൻറ്റ്സ് ചെയ്യുക. ഇനിയും നാളുകാർക്ക് ആരെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ്സ് ഇടുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.